നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ തുടരുന്നതിനിടെ വഴിക്കടവ് വിദ്യാർത്ഥിയായ അനന്തു ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ പോരും മുറുകുന്നു. വന്യമൃഗശല്യം തടയുന്നതിൽ പരാജയപ്പെട്ടെന്നാരോപിച്ച് LDFന്റെ നേതൃത്വത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഭരണത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ച UDFനെ തിരിഞ്ഞുകുത്തുകയാണെന്ന് A. വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു. വിഷയത്തിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. BJP നേതാവ് K. സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗശല്യം ഒരു മണ്ഡലത്തെ മാത്രം ബാധിക്കുന്ന രാഷ്ട്രീയ വിഷയമല്ലെന്നും അത് കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസുകാർ പറയുന്നു കേരള സർക്കാർ അവരുടെ നയങ്ങൾ കാരണമാണ് ഇത്തരത്തിലുള്ള ദുരിതം ജനങ്ങൾക്കുണ്ടാവുന്നത്. CPM-മാർ പറയുന്നതെല്ലാം മോദിയാണ് കാരണം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു വലിയ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി, ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോവുകയാണ്, പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോവാണ്. ഇത്രയും മണ്ടത്തരം പറയുന്ന ഒരു മുഖ്യമന്ത്രി പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഏത് ലൈസൻസാണ് പ്രധാനമന്ത്രി നിങ്ങൾക്ക് തരേണ്ടത്? ഒരു ലൈസൻസും പ്രധാനമന്ത്രി തരേണ്ട, കേന്ദ്ര സർക്കാർ തരേണ്ട ആവശ്യമില്ല. അപകടകാരികളായ പന്നികളെയും വന്യമൃഗങ്ങളെയും വെടിവെച്ചു കൊല്ലാനുള്ള സമ്പൂർണ്ണമായിട്ടുള്ള അധികാരം. അതേസമയം സംഭവത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനെതിരെ രംഗത്തു വന്നു. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞ മന്ത്രി ഇപ്പോൾ അഭിപ്രായം മാറ്റുകയാണെന്ന് സണ്ണി ജോസഫ് ആരോപിച്ചു. AK ശശീന്ദ്രന്റെ പ്രസ്താവനയ്ക്ക് നിലമ്പൂരിലെ ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. നിലമ്പൂർ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ എന്നുകൂടി കൂട്ടിച്ചേർത്ത് ആവർത്തിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞതിനെ ഗോവിന്ദൻ മാഷ് ന്യായീകരിക്കുകയും ആവർത്തിക്കുകയാണ് ചെയ്തത്. പൂർണ്ണമായിട്ട് അതേ അർത്ഥത്തിൽ ന്യായീകരിച്ചില്ല, അദ്ദേഹം വിഴുങ്ങിക്കൊണ്ട്. എന്നാൽ അതിനെ എതിർത്തു പറയാൻ ഗോവിന്ദൻ മാഷയ്ക്കും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഗോവിന്ദൻ മാഷോട് ചോദിച്ചിരുന്നു, അദ്ദേഹം ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ, അല്ല ഇത് പിൻവലിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ട് പിൻവലിച്ച് മാപ്പ് പറയാൻ മന്ത്രി തയ്യാറാണല്ലോ എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചിരുന്നു. ഞാനും പ്രതിപക്ഷ നേതാവും UDFന്റെ എല്ലാ നേതാക്കന്മാരും ആ കാര്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. മന്ത്രിക്ക് ഇപ്പോൾ ബോധോദയം ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ തെറ്റാണ്, പച്ചക്കള്ളമാണ്, അടിസ്ഥാനരഹിതമാണ്, അല്പത്തമാണ്. CPM-ന്റെ നേതാക്കന്മാർ ഏറ്റുപിടിച്ചത് അദ്ദേഹത്തിന്റെ നിലപാടായിരുന്നല്ലോ. ഞങ്ങൾ